ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡുഗാർനെറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റാറ്റിക് ജി കെയും കറണ്ട് അഫെയറും കൂടി ലിങ്കായിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയ സീ ബ്രിഡ്ജ് ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, റീസെൻ്റ്ലി നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോഡി ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മുംബൈയിലാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് അടൽ സേതു എന്നുള്ളതാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നുള്ളൊരു പേരും കൂടി ഈ അടൽ സേതുവിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്തുകൊണ്ടാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന് അടൽ സേതു എന്ന പേര് നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ ഈ അടൽ സേതു എന്നുള്ള പേര് നൽകിയത്. നമുക്കറിയാം, കോൺഗ്രസ് ഇതര ഭരണത്തിൻ്റെ കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് നോൺ കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് വന്നിട്ട് കാലാവധി, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ ടെന്യൂർ പൂർത്തീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അദ്ദേഹത്തിൻ്റെ പേരിനോട് ആദരസൂചകമായിട്ടാണ് നമ്മൾ ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 21.8 കിലോമീറ്റർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത് കണക്ട് ചെയ്യുന്നത് മുംബൈനെയും റെയ്ഗനെയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ലോകത്ത് 12ാമത്തെ സ്ഥാനമാണ് നമ്മളുടെ അടൽ സേതു ബ്രിഡ്ജിന് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മുംബൈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ഏതാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 3 തവണയും ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന പൊസിഷൻ നിലനിർത്തുന്നത് നമ്മളുടെ ബംഗാളിൻ്റെ ക്യാപിറ്റലായ കൊൽക്കത്തയാണ്. നമുക്കറിയാം, കൊൽക്കത്തയുടെ അപരനാമം എന്നറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് ജോയ് എന്നുള്ളതാണ്. ഈ സ്ഥാനം കൊൽക്കത്തയ്ക്ക് നൽകിയിരിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കഴിഞ്ഞ 3 തവണയായിട്ട് തന്നെ കൊൽക്കത്തയാണ് NCRBയുടെ ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് പൂനെയും, തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്ന നമ്മളുടെ തെലങ്കാനയുടെ ക്യാപിറ്റലായ ഹൈദരാബാദാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പൂനെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു നഗരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊൽക്കത്തയെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം, ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് ഈ കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്തയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബംഗാൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന നമ്മളുടെ മമതാ ബാനർജിയാണ്. ബംഗാളിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് CV ആനന്ദ് ബോസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ CV ആനന്ദ് ബോസ് ഒരു മലയാളി കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് സ്പോർട്സിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയാണ്. ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ലഭിച്ചിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ്സിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്ത 5 വർഷത്തേക്ക് ടാറ്റ ഗ്രൂപ്പ്സ് ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ്. നമുക്കറിയാം, ബൈജൂസ് അക്കാഡമിയുമായിട്ടുള്ള കേസും വിവാദവും ഒക്കെ IPL നമ്മളുടെ ഹെഡ്ലൈൻസിൽ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ തന്നെ നമുക്ക് സൂചനയുണ്ടായിരുന്നു, അതായത് ടൈറ്റിൽ സ്പോൺസേഴ്സ് മാറാൻ പോകുകയാണ് എന്നുള്ളത്. അപ്പോൾ പുതിയ ടൈറ്റിൽ സ്പോൺസേഴ്സായി വന്നിരിക്കുന്ന ടാറ്റ ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ടാറ്റ ഗ്രൂപ്പിൻ്റെ നമ്മളുടെ ടാറ്റ സൺസ്, ആ ടാറ്റ സൺസിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നട്രാജൻ ചന്ദ്രശേഖരനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. IPL കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകളിൽ സ്പോർട്സിലെ പ്രത്യേകത, നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിൽ ഈ ടൈറ്റിൽസ് കിട്ടിയത് ആർക്കാണ് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2023 ജയിച്ച ടീം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ 5ാമത്തെ കിരീടം നേടുന്നത്. ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ 5 തവണ ഈ കിരീടം ഉയർത്തിയ 2 ടീമുകളേ ഉള്ളൂ. ഒന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിൽ മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ആദിത്യ L1 മിഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷനാണ് ആദിത്യ L1 മിഷൻ എന്നുള്ളത്.
2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നമ്മളുടെ ആദിത്യ L1 മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മലയാളി കൂടിയായ S സോമനാഥാണ്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ആദിത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, സെപ്റ്റംബർ 2, 2023 നമ്മൾ ലോഞ്ച് ചെയ്ത ആദിത്യ ജാനുവരി 6 അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും ഈ കറണ്ട് അഫെയർ സെഷനിൽ നമ്മൾ ആദിത്യ L1 കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആദിത്യ L1 ലക്ഷ്യമെന്ന് പറയുന്നത് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. ലാഗ്രാഞ്ച് എന്നാണ് ഈ പോയിന്റിന് അവർ പേര് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ L1 എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ജാനുവരി 6 ലാഗ്രാഞ്ചിൽ നമ്മൾ ആദിത്യ എത്തുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഇതിൻ്റെ വെഹിക്കിൾ എന്ന് പറയുന്നത് PSLV C57 ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ISROയുടെ ചെയർമാൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മലയാളി കൂടിയായ S സോമനാഥാണ് നമ്മളുടെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ISROൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കാറുള്ളത് ഇത് ലോഞ്ച് ചെയ്ത ഡേറ്റ് ആണ്. അപ്പം ISRO ആദിത്യ L1 ലോഞ്ച് ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 2 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫെയർ ആയ ഗംഗാ സാഗർ മേള 2024 കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മേള എന്നറിയപ്പെടുന്നത് കുംഭമേളയാണ്. 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള വരുന്നത്. കുംഭമേള ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉത്തർപ്രദേശിലാണ് കുംഭമേള നമ്മൾ ആഘോഷിക്കാറുള്ളത്. 12 വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വർഷവും ഉള്ള ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫെയറിനെ കുറിച്ചാണ്. ഇതിൻ്റെ പേര് ഗംഗാസാഗർ മേള എന്നുള്ളതാണ്. ഈ ഗംഗാസാഗർ മേള നമ്മൾ ആഘോഷിക്കുന്നത് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ബംഗാളിലെ സഗർദ്വീപിലാണ് ഈ ഗംഗാസാഗർ മേള നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ റിവറാണ്. ഗംഗയുടെ നീളം നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ അത് ഓർത്തിരിക്കാം. 5ൻ്റെ സ്ക്വയർ ഓർത്താൽ മതി. 5ൻ്റെ സ്ക്വയർ 25, ഒരു 5ൻ്റെ സ്ക്വയറും കൂടി ഓർക്കുക 25. അതായത് 2525 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ICICI ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിലെ ഒരുപാട് സ്റ്റുഡൻസ് ആയാലും വർക്ക് വിസയിലായാലും നമ്മൾ കാനഡ വിസിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കിക്കൊണ്ട് ICICI ബാങ്ക് കാനഡ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തു. ഈ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് മണി ടു ഇന്ത്യ കാനഡ മൊബൈൽ ബാങ്കിങ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ICICI ബാങ്കിൻ്റെ കാനഡിയൻ അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഇന്ത്യയിലേക്ക് ഈ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ആപ്പും കൊണ്ട് ICICI ബാങ്ക് ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം ICICI ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് സന്ദീപ് ബക്ഷിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സ്പോർട്സിൽ നിന്നുള്ളൊരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പോർട്സിൽ നിന്ന് ചെസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. നമുക്കറിയാം നമ്മളുടെ ചെസ്സിലെ വൈശാലി രമേശ് ബാബു ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു വനിതയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ കിട്ടുന്ന 3ാമത്തെ സ്ത്രീയാണ് ഈ വൈശാലി രമേശ് ബാബു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ വൈശാലി രമേശ് ബാബു. വൈശാലി രമേശ് ബാബു നമ്മളുടെ പ്രജ്ഞാനന്ദയുടെ സിസ്റ്ററാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യൻ ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദിനോടും ഉയർന്ന, അതിനേക്കാൾ മുകളിലേക്ക് ഉയരാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ആർ പ്രജ്ഞാനന്ദ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 18 വയസ്സായ കുട്ടിയാണ് ഈ ആർ പ്രജ്ഞാനന്ദ. പണ്ട് മുതലേ തന്നെ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ആർ പ്രജ്ഞാനന്ദ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടി ഈ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം. 3ാമത്തെ വനിതയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കോനേരു ഹംപിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 2ാമത്തേത് ഹരിക ദ്രോണവല്ലി ആയിരുന്നു. 3ാം സ്ഥാനം നമ്മളുടെ വൈശാലിക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ്റെ 16ാമത്തെ ചെയർമാനായിട്ട് അരവിന്ദ് പനഗരിയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് ഇന്ത്യയിലെ ഒരു ഭരണഘടനാ പദവിയാണ്. ഇന്ത്യയിൽ 2 തരത്തിലെ ബോഡിയാണ് നമുക്കുള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും. പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ബോഡികളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ബോഡികൾക്കെല്ലാം ആർട്ടിക്കിളുകൾ ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ നമ്മൾ അതുകൂടി പഠിക്കണം. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് നിയമം മൂലം നിർമ്മിതമായിരിക്കുന്ന ഒരു ബോഡിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. വേർഡ് ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നൽകാം. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ സെബി എന്ന് പറയുന്ന ആക്ട് പ്രകാരം സെബിയെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ സെബി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 പറയുന്നുണ്ട് ഇന്ത്യക്ക് ഒരു ഫിനാൻസ് കമ്മീഷൻ വേണമെന്നുള്ളത്. അതുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 280 നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അരവിന്ദ് പനഗരിയ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരണം നീതി ആയോഗിൻ്റെ എക്സ് വൈസ് ചെയർമാൻ കൂടി ആയിരുന്നു നമ്മളുടെ അരവിന്ദ് പനഗരിയ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോബ്സ് മാഗസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ നേരത്തെ ടൈം മാഗസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ ഫോബ്സ് മാഗസിൻ, ടൈം മാഗസിൻ എന്നിവ നൽകുന്ന ലിസ്റ്റുകളിലെ പേരുകൾ വളരെ പ്രധാനമാണ് എക്സാമിന് എന്നുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോബ്സ് മാഗസിൻ വേൾഡ്സ് 100 മോസ്റ്റ് പവർഫുൾ വിമൻ ഓഫ് 2023 ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഉള്ള ഇന്ത്യൻ വനിതകളെയാണ്. ലോകത്ത് മുഴുവൻ 100 മികച്ച വനിതകളെയാണ് ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ 4 വനിതകൾക്കാണ് ടോപ്പ് 100 പൊസിഷനിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നിർമ്മല സീതാരാമന് ഫോബ്സ് മാഗസിൻ പ്രകാരം 32ാമത്തെ പൊസിഷനും ഇന്ത്യയിൽ ഫസ്റ്റ് പൊസിഷനുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, GST കൗൺസിലിലെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളത്. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണോ അവർ തന്നെയായിരിക്കും എല്ലാ തവണയും ഇന്ത്യയുടെ GST കൗൺസിലിലെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നിലവിലെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത് HCLൻ്റെ ഹെഡായ നമ്മളുടെ റോഷ്നി നാഡാർ മൽഹോത്രയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. റോഷ്നി നാഡാർ മൽഹോത്ര എന്ന് പറയുന്നത് HCL ആൻഡ് വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിൻ്റെ ചെയർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ റോഷ്നിക്ക് 60ാമത്തെ പൊസിഷനാണ് ലോകത്ത് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ 2ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്ത ഇന്ത്യയിൽ 3ാമത്തെ പൊസിഷനും ലോകത്തിൽ 70ാമത്തെ പൊസിഷനും എത്തിയിരിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായ സോമ മൊണ്ടലിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സോമ മൊണ്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലീഡ് ചെയ്യുന്ന ആദ്യത്തെ വനിതയാണ് സോമ മൊണ്ടൽ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 4ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഫോബ്സ് മാഗസിൻ്റെ ലിസ്റ്റ് പ്രകാരം 76ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ ബൈക്കൺ ഫൗണ്ടറും ബിസിനസ് ട്രയൽ ബേസറുമായ കിരൺ മസൂംദാർ ഷാ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കിരൺ മസൂംദാർ ഷായ്ക്ക് ഫോബ്സ് മാഗസിൻ്റെ ലിസ്റ്റ് പ്രകാരം 76ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, ഫെസ്റ്റിവൽസ് നൽകിയതിന് ശേഷം ഇത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മളോട് സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊങ്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, പൊങ്കൽ ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നുള്ളത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾക്ക് ഇത്തവണത്തെ പൊങ്കലിന് നമ്മൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്കൽ ആഘോഷിക്കുന്നത് തമിഴ്നാട്ടുകാരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സൂര്യദേവനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പൊങ്കൽ ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പ്രധാനമായിട്ടും ഈ പൊങ്കലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ ദിവസം തന്നെ സൂര്യദേവനോടുള്ള ബഹുമാനാർത്ഥം ആഘോഷങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതിന് പൊങ്കൽ നല്ല പേര് നൽകിയിരിക്കുന്നത്, അതിന് മറ്റു പേരുകളാണ് നൽകുന്നത്. അപ്പോൾ ആ പേര് ചോദിച്ചിട്ട് ഇത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. എക്സാമിനേഷന്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഫെസ്റ്റിവലാണ് ബിഹു എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്നത് ബിഹു ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ഫെസ്റ്റിവലാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കാറുള്ളത്. ബിഹു ആസാമിൻ്റെ ഫെസ്റ്റിവലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ലോരി ഏത് സ്റ്റേറ്റിൻ്റേതാണ് എന്ന് ചോദിച്ചാൽ ലോരി പഞ്ചാബിൻ്റേതാണ് എന്നുള്ള കാര്യം ഓർക്കുക. നോർത്തേൺ പാർട്സിൽ എല്ലായിടത്തും ഈ പൊങ്കലുമായി ബന്ധപ്പെട്ടിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് മകരസംക്രാന്തി എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഷെയ്ഖ് ഹസീന വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഇന്ത്യ ഏറ്റവും ലോങ്ങസ്റ്റ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് എന്നുള്ള കാര്യം ഓർക്കുക. അഫ്ഗാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാബൂളാണ്. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ലോകത്ത് ആദ്യമായിട്ട് ഒരു വനിത പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത് ഒരു ഏഷ്യക്കാരിയാണ്. ശ്രീലങ്കയിൽ നിന്നുള്ള സിമിഭാരോ ഭണ്ഡാര നായികയാണ് ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു വനിത പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത്. 2ാം സ്ഥാനത്ത് വരുന്നത്, ലോകത്തിൽ ഒരു വനിത പ്രധാനമന്ത്രിയാകുന്ന 2ാമത്തെ രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒരൊറ്റ വനിത മാത്രമേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായി ഒരു വനിത പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളായ ബേനസീർ ഭൂട്ടോയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് ജികെയും കറണ്ട് അഫെയറും കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു എയർപോർട്ടുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഡീസയിലെ മൽക്കാംഗിരി എയർപോർട്ട് എന്ന് പറയുന്ന എയർപോർട്ടാണ്. ഈ എയർപോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത് ഒഡീസയുടെ ചീഫ് മിനിസ്റ്ററായ നവീൻ പട്നായിക് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഒഡീസയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ പുതിയ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഫർസിയെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫർസി എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ് നമ്മൾ ഫർസി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ മൊത്തം 9 ക്ലാസിക്കൽ ലാംഗ്വേജുകളാണുള്ളത്. ഈ 9 ക്ലാസിക്കൽ ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജാണ് ഇപ്പോൾ ഫർസി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഈ ലാംഗ്വേജുകളെ കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത് 8ാമത്തെ ഷെഡ്യൂളിലാണ്. എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത്. നമുക്കത് എളുപ്പത്തിൽ തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ സാധിക്കും. കാരണം ലാംഗ്വേജിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ എണ്ണി നോക്കിയാൽ മതി. മൊത്തം 8 സ്പെല്ലിംഗ് ആണ് ലാംഗ്വേജിനുള്ളത്. അപ്പോൾ 8ാമത്തെ ഷെഡ്യൂൾ അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കിട്ടും. സോ 8ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലാംഗ്വേജുകളെ കുറിച്ച് പറയുന്നത്. ഇന്ത്യ അംഗീകരിച്ച 22 ലാംഗ്വേജുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ എസ് ജയശങ്കറാണ് പുതിയ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഫർസിയെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ വിസിറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ ഇറാൻ വിസിറ്റിന് ഇടയിലാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സ് ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF മുൻ ഡയറക്ടർ ജനറലായ ഷീൽ വർദ്ധൻ സിംഗിനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പർ സ്ഥാനത്തേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് തന്നെ നമ്മളുടെ മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നടത്തുന്ന ഒരു സംഘടനയാണ് ഈ UPSC എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഓർഗനൈസേഷൻ, അതൊരു സംഘടനയല്ല, അതൊരു ഭരണഘടനാ പദവിയാണ്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. നമ്മൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്നൊക്കെ ഉള്ളത്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസിലാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മളോട് ചോദിക്കുന്നത് UPSC ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. UPSCയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 315ാമത്തെ ആർട്ടിക്കിളാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ എക്സാം നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് UPSC ആണ്. സ്വാഭാവികമായും ഹയസ്റ്റ് അതോറിറ്റി UPSC ആയതുകൊണ്ട് UPSCയുടെ ചെയർമാനും UPSCയുടെ മെമ്പേഴ്സിനെയും എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഷീൽ വർദ്ധൻ സിംഗിനെ UPSCയുടെ മെമ്പറായിട്ടാണ് നമ്മളിപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. UPSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മനോജ് സോണിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ എക്സാംസ് നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി UPSC ആണ്. സെക്കൻഡ് ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്, SSC ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി തേർഡ് ഹയസ്റ്റ് അതോറിറ്റീസ് എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ നടത്തുന്ന PSCകളാണ് ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്കറിയാം ഈ UPSC ഇന്ത്യയിലൊരു ഭരണഘടനാ പദവിയാണ് എന്നൊക്കെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരുന്നത് 1950 എന്നാൽ ഈ UPSC നിലവിൽ വരുന്നത് 1926 ഒക്ടോബർ 1 എന്നുള്ള കാര്യം ഓർക്കുക. അതായത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കേരളം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓപ്പറേഷൻ അമൃത് എന്നാണ് ഇതിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര്. കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഓപ്പറേഷൻ അമൃത് നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് ഒരുപാട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഓവർ യൂസ് ഉണ്ട്. ഇത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഓപ്പറേഷൻ അമൃത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഓപ്പറേഷൻ അമൃതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലായ ചെന്നൈയിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം 2023 ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനാണ്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത് 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിമാണ് ചെന്നൈയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ക്യാമൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇൻ്റർനാഷണൽ ക്യാമൽ ഫെസ്റ്റിവൽ ഇത്തവണ നടക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ തന്നെ ബിക്കാനീറിൽ വെച്ചാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ ക്യാമൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം നമ്മളുടെ രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളുടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ റീസെൻ്റ് ആയിട്ട് രാജസ്ഥാനിൽ ഇലക്ഷൻ നടന്നിരുന്നു. പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് രാജസ്ഥാനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭഗവാൻ ലാൽ ശർമ്മയാണ് എന്നുള്ള കാര്യം ഓർത്തു കൊടുക്കുക. ഭജൻ ലാൽ ശർമ്മ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജയ്പൂരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രാജസ്ഥാൻ്റെ ഗവർണർ എന്ന് പറയുന്നത് കൽരാജ് മിശ്രയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ഓഫീസർ അവാർഡ്. നമ്മളുടെ VSI നൽകുന്ന ഒരു അവാർഡാണ് ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ഓഫീസർ അവാർഡ് എന്നുള്ളത്. VSI എന്ന് പറയുന്നത് വസന്തദാഡ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് NCP നേതാവായ ശരത് പവാറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത് ഇത്തവണ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ദീപ ബന്ദ്രയ്ക്കാണ്. ദീപ ബന്ദ്രയുടെ പ്രത്യേകത VSI അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വനിതയാണ് ദീപ ബന്ദ്ര എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം മാഗസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് ടൈം മാഗസിൻ എന്ന് പറയുന്നത്. ഇത്തവണ നമ്മൾ നോക്കുന്നത് ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്ത ടൈലർ സ്വിഫ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പോപ്പ് സംഗീതജ്ഞയാണ് ടൈലർ സ്വിഫ്റ്റ്. അവരെയാണ് 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് ടൈം മാഗസിൻ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ടൈം മാഗസിൻ 2023 അത്ലറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് അർജൻറ്റീനൻ ഇതിഹാസമായ ലയണൽ മെസ്സിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചാണ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിൻ്റെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയി ഗബ്രിയൽ അറ്റലിനെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നുള്ള വാർത്ത ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം
ഫ്രാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം വെക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോൺ ആണ് ഈ വരാൻ പോകുന്ന റിപ്പബ്ലിക് ഡേയിൽ നമ്മളുടെ റിപ്പബ്ലിക് ഡേ അതിഥിയായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി നമ്മളുടെ കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു, ബൈ.